അപ്പോൾ നമ്മളിത് വേറൊരു സ്റ്റേജിലേക്ക് വന്നിരിക്കുകയാണ്. എന്നോടൊപ്പം ഒരു കുട്ടി താരമുണ്ട്, തിളങ്ങി നിൽക്കുന്ന ഒരു താരമാണ്. ഓക്കെ, നമുക്ക് അവളെ പരിചയപ്പെടുന്നതിന് മുമ്പ് ആളെ ഫസ്റ്റ് നമുക്ക് കൺഗ്രാറ്റുലേറ്റ് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ സ്റ്റേറ്റിലേക്ക് സെലക്ട് ആയി ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ട് നിൽക്കുന്ന ഒരു താരമാണ് കേട്ടോ. എന്താണ് മോളുടെ പേര്? ജ്വാല. ജ്വാല എവിടെ നിന്നാണ് വരുന്നത്? എൻ്റെ വീട് വേലൂരാണ്. ഓക്കെ, ഞാൻ ഹോളി ഫാമിലി സ്കൂളിലാണ് പഠിക്കണേ. മോണോ ആക്ടാണ് ഞാൻ ചെയ്ത ഐറ്റം. മോണോ ആക്ടാണ് ചെയ്ത്. മോണോ ആക്ടിൽ ഫസ്റ്റ് കിട്ടി, എങ്ങനെയുണ്ട് ആ ഒരു ഫീല്? നല്ല ഫീലാണ്, നല്ല നല്ല ഹാപ്പിയാണ്. ഒത്തിരി കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നോ? ആ, നല്ല കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. എല്ലാ കൊല്ലവും നല്ല കോമ്പറ്റീഷൻ ഉണ്ടാവാറുണ്ട്. ഈ ഫസ്റ്റ് കിട്ടാനുള്ള കാരണം എന്താണെന്നാണ് മോള് വിചാരിക്കുന്നത്? എൻ്റെ സബ്ജക്റ്റ് കുറച്ചൊരു ഇതാണ്, പിന്നെ എൻ്റെ അവതരണം കുറേ നമ്മൾ പറയുന്ന കുറേ സംഭവങ്ങൾ നോക്കേണ്ടല്ലോ, അതൊക്കെ. എന്ത് സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് മോണോ ആക്ട് ചെയ്തത്? ഗാസ യുദ്ധം കാരണം കുട്ടികളിൽ ഉണ്ടാകുന്ന എഫക്റ്റ് എന്നുള്ള രീതിയിലായിരുന്നു മോണോ ആക്ടിൻ്റെ തീം വന്നിട്ട് ചെയ്തത്. എന്താണ് അതിന്റെ സാരാംശം എന്ന് പറയാൻ പറ്റും? കുട്ടികൾ എങ്ങനെയാണ് എഫക്റ്റ് ആവുന്നത്? അവരുടെ ബാല്യമാണ് തകർന്നു പോകുന്നത്. ഒരുപാട് കുട്ടികൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അതൊക്കെയാണ് ഇത്തരം ഒരു യുദ്ധങ്ങളിലൂടെ. അപ്പം ആര് തന്നെ ജയിച്ചാലും കുട്ടികളെ ബാല്യമാണ്. ഏത് രാജ്യം ജയിച്ചാലും ആരെങ്കിലും ജയിക്കും എപ്പോഴെങ്കിലും, പക്ഷേ അത് കുട്ടികളെ തന്നെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യാൻ, ലൈഫ് നന്നായി എഫക്റ്റ് ചെയ്യും. ഒരുപാട് ജീവനുകൾ ഇപ്പോൾ തന്നെ പോകുന്നുണ്ട്. അങ്ങനെ ഒരു തീം ഭയങ്കര ഒരു ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നമ്മുടെ ജ്വാല തിരഞ്ഞെടുത്തിട്ടുള്ളത്. ശരിക്കും മോളെ അതിനുണ്ടായ ഒരു ഇൻസ്പിറേഷൻ എന്താണ്? ഇൻസ്പിറേഷൻ ഓൾറെഡി കുറച്ച് നാളായി യുദ്ധം നടക്കണം. ഇതിൻ്റെ മുകളിലൊരു നമ്മൾ പറയുന്ന രീതിയിലുള്ള ഒരു അനക്കമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ കുറച്ചുണ്ട്. ഈ മോണോ ആക്ട് ഏറ്റവും ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ മോള് സഹായിച്ചവരാരൊക്കെയാണ്? എൻ്റെ അപ്പയാണ് പഠിപ്പിച്ചതും കാര്യങ്ങളൊക്കെ. അപ്പ ഹെൽത്ത് ഇൻസ്പെക്ടറാണ്, ബിഞ്ചു എന്നാണ് പേര്. അപ്പയുടെ പാഷനാണ്. അപ്പോൾ ചെറുപ്പം മുതൽ പോവായിരുന്നു. അപ്പോൾ അപ്പ തന്നെയാണ് ഹെൽപ്പ് ചെയ്തതും എല്ലാം പഠിപ്പിച്ചതും മൊത്തം അപ്പയാണ്. പിന്നെ ടീച്ചേഴ്സിൻ്റെയും ഫ്രണ്ട്സിൻ്റെ ഒക്കെ സപ്പോർട്ട് ഉണ്ടായിരുന്നു? അവന് നല്ല സപ്പോർട്ടായിരുന്നു. ഓക്കെ, മോണോ ആക്ടിൽ ഏറ്റവും സങ്കീർണമായിട്ടുള്ളൊരു പോർഷൻ ഏതായിരുന്നു? ശരിക്കും അവതരിപ്പിക്കാൻ ഒത്തിരി ടെൻഷൻ അടിച്ചൊരു പോർഷൻ ഉണ്ടായിരുന്നു? അങ്ങനെയില്ല, ഒരു കുട്ടിയുടെ ഒരു ഇതാണ്, കുട്ടി ബോംബ് പൊട്ടി മരിക്കുന്ന ഒരു ഇതായിരുന്നു. അത് കുറച്ചുകൂടി ഇമോഷണൽ ആക്കണമായിരുന്നു. അതാണ് കുറച്ച് ഇമോഷണൽ ആക്കാൻ. ഞങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയൊരു മോണോ ആക്ടിന് ചെറിയൊരു പോർഷൻ നമുക്ക് ഇവിടെ കാണിച്ചു തരാൻ പറ്റും? വെറുതെ പറഞ്ഞാൽ പറയാൻ മതി, ചെറിയൊരു പോർഷൻ. ഉമ്മ, ഉപ്പ, എൻ്റെ കളിപ്പാട്ടങ്ങൾ എൻ്റെ കൂട്ടുകാർക്ക് കൊടുത്തോ, എൻ്റെ കുഞ്ഞുടുപ്പോള് എൻ്റെ അനിയത്തിമാർക്ക് കൊടുത്താൽ മതി, എൻ്റെ ഷൂസോള് പാവപ്പെട്ടവർക്ക് കൊടുക്കണം ഉമ്മ. കൊടുക്കണേക്കാൾ മുമ്പ് കഴുകി വൃത്തിയാക്കാം, മറക്കല്ലേ. ഇതെൻ്റെ ഒസ്യത്ത്. വിത്തിൻ സെക്കൻഡ്സ് ആണ് കേട്ടോ, വിത്തിൻ സെക്കൻഡ്സ് ആണ് ആ ട്രാൻസ്ഫോർമേഷൻ കണ്ടത്. ഇപ്പം കണ്ടോ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. തൊട്ട് മുമ്പ് ആ ആക്ടിലേക്ക് മാറിയപ്പോൾ ഈ വ്യക്തിയെ ആയിരുന്നില്ല അടുത്ത് നിൽക്കണ്ടായിരുന്നത്. ശരിക്കും അപ്പം മോൾക്ക് ഭാവിയിൽ എന്താവണമെന്നാണ് ആഗ്രഹം? അങ്ങനെയില്ല, ജേർണലിസ്റ്റാണ് താല്പര്യം. ജേർണലിസ്റ്റിലേക്കാണ് താല്പര്യം അല്ലേ? ആക്ടിങ് ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണോ? ആക്ടിങ് ഇഷ്ടമാണ്, നാടകത്തിലൊക്കെ അഭിനയിക്കാറുണ്ട്. അങ്ങനെ പിന്നെ ഒരുപാട് വേദികൾ ഇതേപോലെ കീഴടക്കാൻ സാധിക്കട്ടെ എന്ന്. ഓക്കെ, കുന്നംകുളം ദി ഒറിജിനൽ ചാനലിൻ്റെ നിന്ന് നമ്മൾ ആശംസകൾ നേരാണ് കേട്ടോ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. ഓക്കെ.